ഓം ശാന്തി. മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ഞാൻ ഒരു ദിവ്യമണിയാണ്. അനന്ത ശക്തിവാൻ ആത്മാവാണ്. ഞാൻ പരമാത്മ സ്നേഹത്താൽ സമ്പന്നമാണ്. അവ്യക്ത ബാബയെ ഞാൻ വ്യക്തത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ഞാൻ അനുഭവം ചെയ്യുന്നു. ജ്ഞാനസാഗർ ജ്യോതിബിന്ദു പരമാത്മാ പരമധാമത്തിൽ നിന്നും താഴെ വന്ന് തീർത്തും എൻ്റെ ശിരസിനു മുകളിൽ ഉപസ്ഥിതമായിരിക്കുന്നു. ജ്ഞാനസാഗരൻ ശിവബാബയിൽ നിന്നും വരുന്ന ജ്ഞാനാമൃതത്തിൻ്റെ അനന്തധാരകൾ ഞാൻ ആത്മാവിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പരമാത്മജ്ഞാനം സ്വയം തന്നിലേക്ക് സമാഹരിക്കുന്നു. ജ്ഞാനാമൃതത്താൽ ഞാൻ സമ്പന്നമായിരിക്കുന്നു. ജ്ഞാനസാഗര ശിവബാബയിൽ നിന്നും സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനത്താൽ ഞാൻ പരിപൂർണമാകുന്നു. ത്രികാലദർശി ശിവബാബ എനിക്ക് ത്രികാലദർശി ഭവ എന്ന വരദാനം നൽകി ബാപ്പ് സമാനം ത്രികാലദർശിയാക്കി. ഞാൻ ത്രികാലദർശി ആത്മാ ഏത് കാര്യവും ത്രികാലദർശിയായി ചെയ്യുന്നു. കർമ്മം ചെയ്യുന്നതിന് മുമ്പേ ആദി മധ്യ അന്ത്യത്തെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. സഫലത പ്രാപ്തി ചെയ്യുന്നു. 3 കാലങ്ങളെ അറിഞ്ഞ് ഞാൻ ത്രികാലദർശി ആത്മാ സദാ എന്തുകൊണ്ട് എങ്ങനെ എന്ന സങ്കല്പങ്ങളിൽ നിന്നും മുക്തമാകുന്നു. നത്തിങ് ന്യൂവിൻ്റെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് മുഴുവൻ ചോദ്യങ്ങളും സമാപ്തമാക്കുന്നു. ഒട്ടും സംശയമില്ല. ഓരോ പ്രശ്നങ്ങളെയും മുന്നോട്ടു പോകാനുള്ള സാധനമെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ കൽപ്പം അനേക പ്രാവശ്യം വിജയിയായിരുന്നു. വീണ്ടും വിജയിയാകും. ഇപ്പോൾ ത്രികാലദർശിയായി 3 കാലങ്ങളെ കാണുന്നു. ആദ്യകാലത്തിൽ ഞാൻ ദേവതയായിരുന്നു. ഇപ്പോൾ ഞാൻ ബ്രാഹ്മൺസോ ഫരിസ്തയാകുന്നു. സർവപ്രാപ്തികളുടെയും അനുഭവം ഞാൻ വർത്തമാന സംഗമയുഗത്തിൽ തന്നെ ചെയ്യുന്നു. ഞാൻ സംഗമയുഗി ബ്രാഹ്മണ ആത്മാ, ഡബിൾ കിരീടധാരി, തിലകധാരി, സർവ അധികാരി മൂർത്തിയാണ്. ഭാവിയിൽ ഗോൾഡൻ സ്പൂൺ ഇൻ ദ മൗത്ത് ആയിത്തീരും. ഇപ്പോൾ സംഗമയുഗത്തിൽ ഞാൻ വജ്രതുല്യമാകുന്നു. ബാപ്പ് ദാദയുടെ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിലാടിക്കൊണ്ടിരിക്കുന്നു.
വർത്തമാനത്തിൻ്റെയും ഭാവിയുടെയും ശ്രേഷ്ഠ ചിത്രത്തെ നോക്കി സർവപ്രാപ്തിയുടെയും അനുഭവം ചെയ്യുന്നു. ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. ഡ്രാമ അനുസരിച്ച് ആര് ചെയ്യുന്നുവോ അവർക്ക് ലഭിക്കുന്നു. എനിക്ക് സ്മൃതിയുണ്ടാകുന്നു. ഞാൻ മൂലവതനവാസി വാസ്തവത്തിൽ ഈ ഡ്രാമയിലേക്ക് പാർട്ട് അഭിനയിക്കാൻ വന്നതാണ്. 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ചു. ഇപ്പോൾ ബാബയുടെ സന്മുഖത്താണ്. പിന്നീട് ബാബയോടൊപ്പം തിരിച്ചു പോകും. പാവനമായി വീട്ടിലേക്ക് തിരിച്ചു പോകണം. പിന്നീട് സുഖധാമത്തിലേക്ക് വരണം. ഞാൻ സ്വയത്തെ ആത്മാവാണെന്ന് നിശ്ചയം ചെയ്യുന്നു. ഞാനിപ്പോൾ ത്രികാലദർശിയായി മാറിയിരിക്കുകയാണ്. ഈ ഡ്രാമയിൽ ഞാൻ മുഖ്യ അഭിനേതാവാണ്. ബാബയുടെ ശ്രീമതമനുസരിച്ച് ഞാൻ ബാബയുടെ കൂടെ തിരിച്ചു പോകും. മുഴുവൻ ദിവസവും ബാബയുടെ ഓർമ്മയിലിരിക്കാൻ ചിന്തയുണ്ടായിരിക്കണം. പവിത്രമായി മാറി പരമധാമ വീട്ടിലേക്ക് പോകണം. ഈ പരിധിയില്ലാത്ത നാടകത്തിൽ ഞാൻ ദേഹി അഭിമാനിയായി മാറണം. ഞാൻ നിർഭയനായി മാറുന്നു. എവിടെ പോയാലും എല്ലാം സാക്ഷിയായി കാണുന്നു. ബാബയുടെ പാർട്ട് ഡ്രാമയിൽ ജ്ഞാനം നൽകേണ്ടതാണ്. ബാബ സഹജമായ യുക്തി പറഞ്ഞു തരുന്നു. എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പാവനമായി മാറും. സുഖധാമം പാവന ലോകമാണ്. അവിടെ ആരും ശാന്തി യാചിക്കുന്നില്ല. സത്യയുഗത്തിൽ ജീവാത്മാക്കൾക്ക് സുഖമുണ്ട്, അതുപോലെ ശാന്തിയുമുണ്ട്. സദാ ആരോഗ്യമുള്ളവരും സമ്പന്നരുമായിരിക്കും. പവിത്രതയുടെയും സുഖശാന്തിയുടെയും ലോകം വീണ്ടും ആവർത്തിക്കപ്പെടും. ബാബ വീണ്ടും ദേവതയായി മാറ്റും. ഇതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം. പുരുഷാർത്ഥം തീർച്ചയായും ചെയ്യണം. മുഖ്യമായ കാര്യം നിർവികാരിയായി മാറുക എന്നതാണ്. ഈ പരിധിയില്ലാത്ത കളിയെ ഞാൻ സാക്ഷിയായി കാണുന്നു. ഞാൻ ആത്മാവെന്ന പാഠം ഉറപ്പിക്കുന്നു. ഏതൊരു കർമ്മേന്ദ്രിയങ്ങളും ചഞ്ചലപ്പെടുന്നില്ലല്ലോ എന്ന് ഞാൻ പരിശോധിക്കുന്നു. എത്രത്തോളം ദേഹി അഭിമാനിയായി മാറിയിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ഒരു ബാബയുടെ സ്മൃതിയിലൂടെ സത്യമായ മംഗല്യത്തിൻ്റെ അനുഭവം ചെയ്യുന്ന ഭാഗ്യശാലി ആത്മാവാകുന്നു. ആരാണോ ഏത് ആത്മാവിൻ്റെയും സംസാരം കേട്ടിട്ടും കേൾക്കാത്തവർ, ആത്മാക്കളുടെ സ്മൃതി സങ്കല്പത്തിലോ സ്വപ്നത്തിലോ കൊണ്ടുവരാത്തവർ, ഏതൊരു ദേഹധാരിയോടും ചായ്വില്ലാത്തവർ, ഒരു ബാബ രണ്ടാമതൊരാളില്ല ഈ സ്മൃതിയിൽ കഴിയുന്നവർ, അവർക്ക്
അവിനാശി മംഗല്യതിലകം ലഭിക്കുന്നു. ഇങ്ങനെ സത്യമായ മംഗല്യമുള്ളവർ ഭാഗ്യശാലികളാകുന്നു. തൻ്റെ ശ്രേഷ്ഠ സ്ഥിതിയുണ്ടാക്കണമെങ്കിൽ അന്തർമുഖിയായി പിന്നെ ബാഹിർമുഖതയിലേക്ക് വരണം. ഓം ശാന്തി.